തത്വം അനുസരിച്ച് പറയാണ്, ആദാം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാവരിലും മരണം വാഴുവാൻ കാരണം പാപം ഒരുത്തൻ ചെയ്തില്ലെങ്കിലും, അങ്ങനെ ചെയ്യാത്ത ആരും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും, ഈവൻ ഇഫ് എ പേഴ്സൺ was not committing sin, still he was under the curse of the sin. പാപത്തിന്റെ ശാപത്തിന്റെ കീഴിലായിരുന്നു ആര്? ജനിക്കുന്ന ഏതൊരു വ്യക്തിയും. എന്തുകൊണ്ട്? ബിക്കോസ് ആദാമ്യ വർഗത്തിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ആദാമിന്റെ ഡെസ്റ്റിനി എന്റെ ഡെസ്റ്റിനിയാണ്. ആദാമിന് എന്ത് വിധിക്കപ്പെട്ടുവോ അതെന്റെ വിധിയാണ്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം മനുഷ്യവർഗത്തിൽ ജനിച്ച സകല ആളുകളെയും നോക്കുന്നത് ആദാമിനെ നോക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് എനിക്ക് പറുദീസയിലോട്ട് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ പറ്റത്തൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴത്തേക്ക് നേരെ അവിടെ തിരിയുന്ന സ്വിൻഡ്ലിംഗ് സ്വാഡുമായിട്ട് അവിടെ ആര് കെരൂബുകള് നിൽക്കുന്നുണ്ട്. ആ കെരൂബുകൾ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ നടന്നു വരുന്നു. ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ വിഷയമല്ല. ഞാൻ നടന്നു ചെല്ലുമ്പോൾ എന്നെ നോക്കുമ്പോൾ ഈ കെരൂബുകൾ കാണുന്നത് എന്നെയല്ല, ആരെയാ കാണുന്നത്? ആദാമിനെയാ കാണുന്നത്. പക്ഷെ ആദാമിനെ അവിടെ കയറ്റെഴുതുന്ന ദൈവത്തിൽ നിന്ന് അവർക്ക് ഓർഡർ ഉണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് ഏത് മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചാലും എന്ത് സംഭവിക്കുന്നു? അവർ ആദാമിന്റെ പുറകിൽ നിൽക്കുന്നത് പോലെയുള്ളൂ. ഹി ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ആഡം. എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് കാൽവറി ക്രൂശിൽ സംഭവിക്കുന്നത്. കാൽവറി ക്രൂശിൽ അല്ലെങ്കിൽ when you are born again, you are identified with Jesus. You know, then what happens? വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഏതൊരു വ്യക്തിയെയും ദൈവം നോക്കുമ്പോൾ ദൈവം കാണുന്നത് ആ വ്യക്തിയെ അല്ല, യേശുവിനെയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഈ ഭൂമിയിൽ ജനിച്ച ഏത് വ്യക്തിയെയും ദൈവം നോക്കുമ്പോൾ ദൈവം കാണുന്നത് ആദാമിനെയാണ്. എന്നാൽ വീണ്ടും ജനിച്ച ഏത് വ്യക്തിയെയും ദൈവം നോക്കുമ്പോൾ ആ വ്യക്തിയെ അല്ല കാണുന്നത്. ആരെയാണ് കാണുന്നത്? യേശുവിനെയാണ്. കാര്യം, വി ആർ ഐഡന്റിഫൈഡ് വിത്ത് ജീസസ്. ഈ ഐഡന്റിഫിക്കേഷനാണ് വാസ്തവത്തിൽ എന്നെ പറുദീസയിലേക്ക് കടക്കാൻ പോലും പ്രാപ്തമാക്കി തീർക്കുന്നത്. ഒരാൾ ദൂരെ നിന്ന് നടന്നു വരുന്നത് കാണുമ്പോൾ തീർച്ചയായും കെരൂബുകൾ ഈ സ്വോർഡ് പൊക്കി പിടിച്ചിങ്ങനെ ഷീറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഉറയിൽ നിന്ന് എടുത്തിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും. somebody is coming, വെട്ടാനായിട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ആരെയാ? യേശുവിനെ കാണുന്നത്. നാച്ചുറലി വാട്ട് ഹാപ്പൻസ്? he put the sword back into the sheath and stand still. And you know, I am entering into the paradise with Jesus Christ because I am identified with Jesus Christ. അതാണ് യേശു കർത്താവുമായി ഏകീഭവിക്കേണ്ടതിന്റെ ആവശ്യകത. ഇത് സംഭവിക്കുന്നത്, ഇൻഫാക്ട് അത് സംഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ in the cross. അതാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. We were with Adam in the Garden of Eden. സ്പിരിച്വൽ റിയാലിറ്റിയാണ്. ആദാമിനോടുകൂടെ ഞാൻ ഏദൻ തോട്ടത്തിൽ, ആദാം പഴം പറിച്ചു നിന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. മൽക്കിസദേക്കിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എബ്രായ ലേഖനകാരൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേവി അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ലേവി ആർക്ക് ദശാംശം കൊടുത്തു? മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്ന് പറയുന്നു. അതൊരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. ഇതുപോലെ ആദാം തെറ്റ് ചെയ്തപ്പോൾ, പാപം ചെയ്തപ്പോൾ ഞാനും ആദാമിൽ ഉണ്ടായിരുന്നു. ആദാം പഴം പറിച്ചു നിന്നപ്പോൾ ഞാനും അതിനകത്ത് ഭാഗവാക്കാണെന്നാണ് സ്പിരിച്വൽ റിയാലിറ്റി. ഇതേപോലെ യേശു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ, when you are identified with Jesus in his death, you know what happens? അവിടെ നമ്മൾ യേശു കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. So when God looks at us, when God looks at me when I was born, ഞാൻ അവിടെ ജനിച്ചപ്പോൾ എന്നെ നോക്കിയപ്പോൾ ഞാനും പഴം തിന്നയാളാ. എന്നാൽ വീണ്ടും ജനിച്ച ഒരാളെ നോക്കുമ്പോൾ ഞാനും മരിച്ചയാളാണ്. ബിക്കോസ് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഇനിയിപ്പോ സാത്താൻ എന്റെ മേൽ യാതൊരു അവകാശവുമില്ല. കാര്യം ഞാൻ പാപം ചെയ്തത് പറഞ്ഞുകൊണ്ട് പിശാച് പറയുകയാണ് സാജു പാപിയാണ്. കർത്താവ് പറയുന്നു യെസ്, അവൻ പാപിയാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, അത് നിന്റെ നിയമമാണ്, ഓർത്തോണം. യെസ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, അതുകൊണ്ട് സാജു മരിക്കണം. കർത്താവ് പറയുന്നു മരിക്കണം, ദൈവം പറയുന്നു മരിക്കണം. പക്ഷെ അവൻ മരിച്ചില്ല. ദൈവം പറയും മരിച്ചല്ലോ, അവൻ മരിച്ചു. എപ്പോൾ? എന്റെ പുത്രൻ കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ അവനോടുകൂടെ സാജുവും മരിച്ചു. അതാണ് സ്പിരിച്വൽ റിയാലിറ്റി. ആ സ്പിരിച്വൽ റിയാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പാപമോചനം ലഭിക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്താൽ കിട്ടുന്ന കാര്യം, മാപ്പ് എഴുതി കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല പാപമോചനം എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് എ സിമ്പിൾ ട്രൂത്ത്, ബട്ട് അറ്റ് ദ സെയിം ടൈം സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദി അൺസീൻ വേൾഡ്, ഇൻ ദ സ്പിരിച്വൽ വേൾഡ്. ആത്മീക ലോകത്ത് നടക്കുന്ന ഈ യാഥാർത്ഥ്യത്തെ
അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ നമ്മളിങ്ങനെ അതുകൊണ്ട് ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ കാര്യം അതാണ്. ആ യാഥാർത്ഥ്യം ആത്മീക ലോകത്ത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാപമോചനം എന്ന് പറയുന്നത് ഒരു മരീചികയായിട്ട് കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും. ഒരു പക്ഷെ നമ്മൾ ഈ സത്യമെല്ലാം മനസ്സിലാക്കി കാണത്തൊന്നുമില്ല. അതുകൊണ്ട് ഈ സത്യം ഈ രീതിയിൽ മനസ്സിലാക്കാത്തവരെല്ലാം ഇന്നും അവരുടെ പാപത്തിൽ ഇരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഇതാണ് ആത്മീക ലോകത്ത് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം ഇതാണ്. അതുകൊണ്ട് ഇവിടെ യേശു കർത്താവിനോടുകൂടെ മരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ആദാമിൽ നിന്ന് ജനിക്കുമ്പോൾ ഞാൻ എന്താണ് സംഭവിക്കുന്നത്? ആദാമിൽ നിന്ന് ഞാൻ ജനിക്കുമ്പോൾ മരണത്തിന്റെ വിത്തുമായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ആദാമിൽ ജനിച്ചത് തന്നെ. സോ ഡെത്ത് വാസ് മൈ ഡെസ്റ്റിനി. അതുകൊണ്ട് ആദാമിൽ നിന്ന് ജനിച്ച എല്ലാവരും എന്ത് ചെയ്തേ പറ്റുള്ളൂ? മരിച്ചേലേ പറ്റും. മരിച്ചെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ ഫിസിക്കൽ ഡെത്ത്. ഫൈനലി വാട്ട് ഹാപ്പൻസ്? ദൈവവുമായിട്ടുള്ള സെപ്പറേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? മരണം എന്ന് പറയുന്നത്. ആദാമിൽ നിന്ന് ജനിച്ചെങ്കിൽ മരണത്തിന്റെ വിത്തുമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ജനിച്ചത് തന്നെ. അതുകൊണ്ട് ഈ വിത്ത് വളർന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഫൈനലി ഐ ആം ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഫ്രം ഗാഡ്. ദാറ്റ് വാസ് മൈ ഡെസ്റ്റിനി. അതായിരുന്നു എന്റെ വിധി. എന്നാൽ മരണത്തിന്റെ വിത്തുമായി ജനിച്ച് മരണം എന്നിൽ വളർന്ന് മരിക്കാനായിട്ടാണ് ഞാൻ ജനിച്ചത് തന്നെ. അതായത് ഏത് മനുഷ്യനും ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഫൈനലി ഹി ഈസ് ഗോയിങ് ടു ഡൈ. ജനനം എന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ റിയാലിറ്റിയാണ്, അതേസമയം ഒരു സ്പിരിച്വൽ റിയാലിറ്റിയുമാണ്, ഒരു ആത്മീക യാഥാർത്ഥ്യം കൂടെയാണ്. എന്നാൽ when you die with Christ, we are dying with the seed of life. When I am born, I was born with the seed of death. ഞാൻ ജനിച്ചപ്പോൾ മരണത്തിന്റെ വിത്തുമായിട്ടാണ് ജനിച്ചത്. എന്നാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിക്കുമ്പോൾ ജീവന്റെ വിത്തുമായിട്ടാണ് ഞാൻ മരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ മരണത്തിന്റെ വിത്തുമായി ആദാമിനോടുകൂടെ ഞാൻ ജനിച്ചു, ജീവന്റെ വിത്തുമായി യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിക്കുന്നു. അതുകൊണ്ടാണ് പൗൽ പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിക്കുകയാണ്. When you were born in Adam, God was looking at you as if you are Adam. But when you are born again, God is looking at you as if you are Jesus. യേശു എങ്ങനെയാണോ എന്നതുപോലെ, അല്ലെങ്കിൽ യേശുവിനെ ദൈവം എങ്ങനെ നോക്കുന്നോ അതേ അർത്ഥത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പിന്നീട് എന്നെ നോക്കുന്നത്. I am dying with Christ, and that is not the end of the story. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, എന്നാൽ അതിന്റെ സ്റ്റോറിയുടെ എൻഡ് അല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും വേഴ്സ് 3 ഓൺവേർഡ്സ്, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ഇതൊരു സ്പിരിച്വൽ ട്രൂത്ത് ആണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ ട്രൂത്ത്. ഇത് 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ യേശു മരിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഇനി എനിക്ക് അങ്ങോട്ടുള്ള ചരിത്രത്തിൽ കയറി പോകാൻ കഴിയുകയില്ല. ബട്ട് ഇറ്റ് ഇസ് എ സ്പിരിച്വൽ റിയാലിറ്റി. എന്താണ്? ക്രിസ്തുവിന്റെ മരണത്തിൽ ഞാൻ പങ്കാളികളായിത്തീരുന്നു. അങ്ങനെ നാം മരണത്തിൽ പങ്കാളികളാകുന്നു. ആയിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഐ ടെൽ യു വൺ തിങ്, വൺസ് യു ആർ ബൗണ്ട് വിത്ത് ജീസസ്, യു ആർ ബൗണ്ട് വിത്ത് ഹിം ഫോർ എവർ. ഒരിക്കൽ നിങ്ങൾ ക്രിസ്തുവുമായിട്ട് ചേർത്ത് ബന്ധിപ്പിക്കപ്പെട്ടാൽ അത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം ഇതാണ്. In the baptism, what happens when I give baptism in the northern part of India, especially ഞാൻ ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. You are bound with Jesus. പക്ഷേ once you are bound with Jesus, you are dying with him on the cross. ശരിക്കും നമ്മൾക്ക് ദൈവത്തോടുള്ള നമ്മളുടെ ഏകീഭാവം സംഭവിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെത്തിലാണ്, ക്രൂശിലാണ്. അവിടെയാണ് നമ്മൾ യോജിക്കപ്പെടുന്നത്. ക്രൂശിൽ തൊട്ടേ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നുള്ളൂ. എന്നാ നിഷ്കളങ്കനായി ഭൂമിയിലേക്ക് ജനിച്ച യേശുവിന്റെ ജീവിതവുമായിട്ട് ആ രീതിയിലല്ല എന്റെ ജനനം തുടങ്ങുന്നത്. അതായത് ദാറ്റ് ഈസ് എ സ്പിരിച്വൽ റിയാലിറ്റി. നമ്മുടെ ആത്മീക ജനനം തുടങ്ങുന്നത്, ജീവിതം തുടങ്ങുന്നത് ക്രൂശിലെ മരണം തൊട്ടാണ്. അല്ലാതെ പുൽത്തൊഴുത്തിൽ തൊട്ടല്ല നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. നമ്മുടെ ജീവിതം തുടങ്ങുന്നത്, ആത്മീക ജീവിതം തുടങ്ങുന്നത് ഇവിടെ തൊട്ടാണ്, ക്രൂശിലെ മരണം തൊട്ടാണ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എന്താണ്? മരണമാണ്. ആ മരണം, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ ജീവന്റെ വിത്തുമായിട്ടാണ് നമ്മൾ മരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്നു. ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേൽക്കുന്നു. എന്തിന്? അത് കഴിഞ്ഞിട്ട് ക്രിസ്തുവിന്റെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്കും പോകാനല്ല, നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ യേശു കർത്താവുമായി മരണത്താൽ ബന്ധപ്പെടുന്ന ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും യേശുവിൽ നിന്ന് വേർപിരിയുന്നില്ല. ഹി ഈസ് യുണൈറ്റഡ് വിത്ത് ജീസസ്
And അതിനുശേഷം എന്താണ്, he is buried, he is risen with Jesus, and he is living with Jesus. അവനോട് കൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ്. അത് ആ ഒരു സ്റ്റേജ് മനസ്സിലാക്കിക്കൊണ്ടാണ് Galatians chapter 2 verse 20 and 21, no longer I am crucified with Christ, no longer I, but Christ lives in me. ഞാൻ ഇല്ലാതെയാകാനാണ് മരണം. അതാണ് ക്രോസ് എന്ന് പറയുന്നത്. I told you, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, വാട്ട് ഈസ് ക്രോസ്? എന്റെ സെൽഫിന്റെ മരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് എന്ന് പറയുന്നത്. അവിടെ പിന്നെ ഞാനില്ല. ഇന്നലെ വരെ എന്റെ ശരീരത്തിൽ എന്റെ അവയവങ്ങൾക്ക് കൽപ്പന കൊടുത്തുകൊണ്ടിരുന്നത് ഞാനാണ്, എന്റെ സെൽഫാണ്. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാർണൽ സെൽഫാണ്. അതാണ് ഇന്നത്തെ പ്രശ്നം. കർത്താവ് സൃഷ്ടിച്ചപ്പോഴുണ്ടായിരുന്ന രീതിയിലുള്ള ഒരു വിശുദ്ധ സെൽഫ് അല്ല പ്രത്യുത. ആദാം പാഷൻസും ലസ്റ്റ് ആൻഡ് പാഷൻസ് രാഗവും മോഹവും കുത്തിവെച്ച് വികൃതമാക്കിയ ആദാം ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ്. എന്ത്? സെൽഫിലേക്ക് എന്ത് കുത്തിവെച്ചു? രാഗവും മോഹവും. അതുകൊണ്ടാണ് സെൽഫ് കാർണലായി പോയത്. ദാറ്റ്സ് വൈ പോൾ കോൾ ഇറ്റ് കാർണൽ. വൈ? ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇത് മോശമായിട്ടല്ല. എന്താണ്? രാഗവും മോഹവും കുത്തിവെച്ചത് കൊണ്ട് ഇത് കറപ്റ്റായി പോയി. ആ സെൽഫാണ് എന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന സിംഹാസനത്തിൽ കയറിയിരുന്നത് ഇത്രയും കാലം. എന്നാൽ when I am dying with Jesus Christ, you know what happens? ഞാൻ എന്റെ സെൽഫ്, എന്റെ കാർണൽ സെൽഫ് മരിക്കുകയാണ്. ഞാൻ ഇല്ലാതെയാകുകയാണ്. നോ ലോങ്ങർ ആയി. ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്റെ ശരീരം ഉടനെ മരിക്കുന്നില്ല. സ്റ്റിൽ മൈ ബോഡി ഈസ് ദെയർ. എന്റെ ശരീരം അവിടെ ഉണ്ട്. പക്ഷെ ആ ശരീരത്തിൽ ഇപ്പോൾ ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ് ആ ശരീരത്തിൽ ജീവിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇല്ലാതെയാകണം. ഞാൻ ഇല്ലാതെയാകുമ്പോൾ മാത്രമേ, കാര്യം എന്റെ ജീവിതത്തിൽ അത് ഒറ്റക്കസേരയുള്ള ഒരു മുറി പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ജീവിതത്തിൽ ഒരു ത്രോൺ മാത്രമേ ഉള്ളൂ, ഒരു സിംഹാസനം മാത്രമേ ഉള്ളൂ. ആ സിംഹാസനത്തിൽ എന്റെ സെൽഫ് കയറിയിരുന്നു കഴിഞ്ഞാൽ യേശുവിന് അവിടെ ഇരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് എന്താണ് ആവശ്യം? ഞാൻ ഇല്ലാതെയാവുകയാണ്. ഞാൻ ഇത് മനസ്സിലാക്കാൻ വോൺ കാർലോസ് ഓൾട്ടസിന്റെ ഒരു ചെറിയ ഉദാഹരണമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, സപ്പോസ് യു ആർ ഈറ്റിംഗ് സംതിങ്, സപ്പോസ് ഐ ഈറ്റ് ഫിഷ് നമ്മളുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുറെ പാർട്ടികളെല്ലാം കൂടെ ഓടി വരികയാണ്. വി കോൾ ഇറ്റ് എൻസൈംസ് വന്നിട്ട് ഇവർ തമ്മിൽ പരിചയപ്പെടുകയാണ്. ഏയ്, ഹൗ ആർ യു? പറഞ്ഞു, വാട്ട്സ് യുവർ നെയിം? ഐ എം ഫിഷ്. ഏയ്, ഹു യു ആർ? വി ആർ എൻസൈംസ്. അപ്പം ഫിഷും എൻസൈംസും തമ്മിലുള്ള ഒരു സംഭാഷണം. അപ്പൊ എൻസൈംസിനോട് ഫിഷ് ചോദിക്കുക, നിങ്ങളെല്ലാം കൂടെ എന്തിനാ എന്റെ അടുത്തോട്ട് വരുന്നത്? അവിടെ എൻസൈംസ് പറഞ്ഞു, ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട്. ഈ സാജുവിന്റെ വയറ്റിലേക്ക് എന്നാ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അതിനെ പീസാക്കി ഒടുവിൽ അതിനെ സാജു ആക്കും. ഉടനെ ഫിഷ് പറഞ്ഞു, നോ, എനിക്ക് സാജു ആകണ്ട, എനിക്ക് ഫിഷായിട്ട് തന്നെ ഇരിക്കണം. ഐ ആം എ ഫിഷ്, ഐ എം പ്രൗഡ് ഓഫ് ബീയിങ് എ ഫിഷ്, സോ ഐ ഡോണ്ട് വാണ്ട് ടു ബി സാജു. ഓക്കെ? എന്താ സംഭവിക്കുന്നത്? എൻസൈംസ് പറയുന്നൊരു കാര്യമുണ്ട്. പൊന്നു സഹോദര, 2 വഴിയേ ഉള്ളൂ. ഒന്ന്, നിനക്ക് ഇവിടെ കഴിയണമെങ്കിൽ നീ സാജുവായേ പറ്റൂ, ഇല്ലെങ്കിൽ നീ പുറത്ത് പോകേണ്ടി വരും. ഓക്കെ? അപ്പോ ഫിഷ് പറയണം, നോ, എനിക്കിവിടെ കഴിയണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ സാജു ആകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറ് വീർക്കാൻ തുടങ്ങും, ശ്വാസം മുട്ടാൻ തുടങ്ങും. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻസ്? യു ആർ ഗോയിങ് ഔട്ട് ആൻഡ് വോമിറ്റിംഗ്. ഫിനിഷ്. കാര്യം സാജു ആകാൻ തയ്യാറല്ലാത്ത ഒരു ഫിഷും ഒരു ചിക്കനും ഒന്നും സാജുവിന്റെ വയറ്റിൽ കഴിയാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെ വൺസ് യു ആർ ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഓർ വെൻ ജീസസ് കംസ് ഇൻ യു, യു നോ വാട്ട് ഹാപ്പൻസ്? നമ്മുടെ സെൽഫ് നമ്മൾ ഇല്ലാതെയാവുകയാണ്. സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബീയിങ് അല്ല, നമ്മളുടെ തീരുമാനമെടുക്കുന്ന കാർണൽ സെൽഫ് അവിടെ ഇല്ല. നമ്മുടെ സിംഹാസനത്തിൽ പിന്നീട് സെൽഫിന് യാതൊന്നും ചെയ്യാനില്ല. നോ ലോങ്ങർ ഐ, ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതിന്റെ Galatians chapter 2 verse 20 നമ്മൾ വായിക്കുമ്പോൾ, I have been crucified with Christ. It is no longer I who live, but Christ lives in me. And the life I now live in the flesh, I live by faith in the Son of God who loved me and gave himself for me. See, the life that I live in the flesh. What does it mean? എന്താ? ഇപ്പോൾ ശരീരത്തിൽ ജീവിക്കുന്ന എന്റെ ജീവൻ. അപ്പോൾ ഞാൻ ഇല്ലാതെയാകുമ്പോഴും എന്റെ ശരീരം ഇല്ലാതെയാകുന്നില്ല. എന്റെ ശരീരമുണ്ട്, മൈ ബോഡി ഈസ് ദെയർ. എന്റെ കൈ അവിടെ ഉണ്ട്, കാലവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ ഈ ശരീരത്തിന് ഇപ്പോൾ ആജ്ഞ കൊടുക്കുന്നത് ആരല്ല? എന്റെ കാർണൽ സെൽഫ് അല്ല, പ്രത്യുത ആരാണ്?
ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് സെൽഫിന്റെ മരണം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ക്രോസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ യേശുവിന് വേണ്ടി സിംഹാസനം ഒഴിച്ചു കൊടുത്ത് ആ സെൽഫിനെ പുറത്താക്കാതെ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്താണ്? ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇനി റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അവർ ഓൾഡ് സെൽഫ് ഈസ് ക്രൂസിഫൈഡ്. സ്നേഹം എത്രയത്ഭുതം.